ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ LGS മെയിൻസിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തൊട്ട് കൺഫർമേഷനൊക്കെ കൊടുക്കാം. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ളവരൊക്കെ കൺഫർമേഷൻ കൊടുത്തു തുടങ്ങുക. ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കേണ്ട, ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ LGSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. 30 ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അതനുസരിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറോടെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, കേരള സിംഹം എന്ന കൃതിയുടെ കർത്താവ് ആര്? കേരള സിംഹം എന്നത് ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ബി, സർദാർ KM പണിക്കർ. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി, K ശിവൻ. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന ഏത്? വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടന. ഉത്തരം ഓപ്ഷൻ ഡി, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇന്ത്യയിൽ ചരക്കു സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എപ്പോൾ? ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എപ്പോൾ? ഓപ്ഷൻ ബി, ജൂലൈ 1, 2017. അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേര്? ഉത്തരം ഓപ്ഷൻ സി, ഉണർവ്. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ, മഹാരാഷ്ട്ര. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ ആദ്യ പൊതുമേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഓപ്ഷൻ സി, 4A. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സമത്വത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി, കുറ്റകൃത്യം ചെയ്തവരെ സംബന്ധിച്ചുള്ള സുരക്ഷ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആരംഭിച്ച നഗരം. ഉത്തരം ഓപ്ഷൻ ഡി, കൊൽക്കത്ത. അടുത്ത ചോദ്യം, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച പ്രാണവായു എന്ന കൃതി രചിച്ചത് ആര്? പ്രാണവായു എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി, അംബികാസുധൻ മങ്ങാട്. കേരളത്തിലെ ഏതു വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് തുണക്കടവിൽ സ്ഥിതി ചെയ്യുന്നത്? ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് തുണക്കടവിൽ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ബി, പറമ്പിക്കുളം.
DNA തന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ്? DNA തന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? ഓപ്ഷൻ സി യുറാസിൽ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം നടത്തുന്നത്. ഏത് രാജാവിൻ്റെ കാലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത്? ഏത് രാജാവിൻ്റെ ഭരണകാലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത്? ഓപ്ഷൻ സി ശ്രീമൂലം തിരുനാൾ. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ നദി ഏത്? ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള കേരളത്തിലെ നദി. ഓപ്ഷൻ സി ഭാരതപ്പുഴ. ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളത് പെരിയാറിൽ, ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ളത് ഭാരതപ്പുഴയിൽ. സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. വിദേശത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യ വ്യക്തി. ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നു. ഈ വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി മാഡം ഭിക്കാജി കാമ. തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് തെറ്റായ പ്രസ്താവന. വനഭൂമി ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്. ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏത് വർഷം? ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം. ഓപ്ഷൻ എ 1951. അടുത്ത ചോദ്യം. രാജ്യത്തെ രക്തബാങ്കുകളിലെ രക്തലഭ്യത അറിയാൻ ആരംഭിച്ച വെബ് പോർട്ടൽ ഏതാണ്? രാജ്യത്തെ രക്തബാങ്കുകളിലെ രക്തലഭ്യത അറിയാൻ ആരംഭിച്ച വെബ് പോർട്ടൽ. ഓപ്ഷൻ ബി ഈ രക്തകോശ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യ റോക്ക് ഗാർഡൻ. ഓപ്ഷൻ ഡി മലമ്പുഴ. അടുത്ത ചോദ്യം. ബ്രഹ്മപുത്രയുടെ ഏതു പോഷക നദിയാണ് സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത്? സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ ബി ടീസ്റ്റ. പോസ്കോ ആക്ട് 2012 പ്രകാരം എത്ര വയസ്സിൽ താഴെയുള്ളവരാണ് കുട്ടി എന്ന നിർവചനത്തിൽ പെടുന്നത്? ഓപ്ഷൻ എ 18. ഏതു രാജ്യത്തിൻ്റെ ചാന്ദ്ര പര്യവേഷണ പദ്ധതിയാണ് മൂൺ സ്നിപ്പർ? മൂൺ സ്നിപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചാന്ദ്ര പര്യവേഷണ പദ്ധതി ഏത് രാജ്യത്തിൻ്റേതാണ്? ഓപ്ഷൻ ഡി ജപ്പാൻ. അടുത്ത ചോദ്യം. ദേശീയ ജലജീവിയായി ഡോൾഫിനെ പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻ ബി 2009. അടുത്ത ചോദ്യം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 18 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 18 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ഡി പദവിനാമങ്ങൾ നിരോധിക്കൽ. നിശാന്തത, സ്കർവി തുടങ്ങിയ രോഗങ്ങൾ ഏതു വിഭാഗത്തിൽ പെടുന്നു? താഴെ പറയുന്നവയിൽ ഏതു വിഭാഗത്തിലാണ് നിശാന്തത, സ്കർവി തുടങ്ങിയ രോഗങ്ങൾ പെടുന്നത്?
ഓപ്ഷൻ ബി അപര്യാപ്ത രോഗങ്ങൾ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്. ഓപ്ഷൻ എ പീലിക്കോട്. അവസാനത്തെ ചോദ്യം, ഇവയിൽ തെറ്റായ ദിനം ഏതാണ്? ഓപ്ഷൻ എ ആണ് തെറ്റായത്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.